സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ കുട്ടികൾക്ക് സൗജന്യമായി ഒ പി ടിക്കറ്റ് നൽകുന്നത് നിർത്തിവെച്ചു. നവജാത ശിശുക്കൾ മുതൽ 18 വയസ്സ് വരെയുള്ളവർ 5 രൂപ നൽകി വേണം ഒ പി ടിക്കറ്റ് എടുക്കാൻ. ആരോഗ്യകിരണം പദ്ധതി മുടങ്ങിയതോടെയാണ് കുട്ടികൾക്കും ഒ പി ടിക്കറ്റിന് പണം വാങ്ങി തുടങ്ങിയത്. സർക്കാർ ആശുപത്രികളിൽ എല്ലാം സൗജന്യമാണെന്നാണ് സർക്കാരും ആരോഗ്യവകുപ്പും പറയുന്നത്. എന്നാൽ കുട്ടികൾക്ക് സൗജന്യമായി നൽകിയിരുന്ന ഒ പി ടിക്കറ്റിന് പോലും ഇപ്പോൾ കാശ് വാങ്ങിത്തുടങ്ങി. കേന്ദ്ര സർക്കാരിന്റെ സഹായത്തോടെ സംസ്ഥാന സർക്കാർ APL, BPL വ്യത്യാസമില്ലാതെ കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന പദ്ധതിയാണ് ആരോഗ്യകിരണം. ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് സർക്കാർ ആശുപത്രികളിൽ കുട്ടികൾക്ക് ഒ പി ടിക്കറ്റ് സൗജന്യമാക്കിയിരുന്നത്. ആരോഗ്യകിരണം പദ്ധതി മുടങ്ങിയതോടെയാണ് ഒ പി ടിക്കറ്റിന് പണമടയ്ക്കേണ്ട സാഹചര്യമുണ്ടായത്. നോർമൽ ആശുപത്രികളിൽ പൈസ വാങ്ങാറില്ല ഒ പി ടിക്കറ്റ് എടുക്കുമ്പോൾ. ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ എനിക്ക് മോനും കൂടെ കാണിക്കണമായിരുന്നു. അപ്പോൾ 10 രൂപ വാങ്ങിയായിരുന്നു. നേരത്തെ ഇവർക്ക് ഇവനും ഇവൻ്റെ ചേച്ചിക്കും അങ്ങനെ പൈസ കൊടുത്തിട്ടില്ല ഒ പി ടിക്കറ്റിനൊന്നും. ഇപ്പോൾ ഇവിടെ വന്ന ശേഷമാണ് ഞാൻ അറിഞ്ഞത് തന്നെ. 2 വർഷത്തോളമായി പദ്ധതി മുടങ്ങിയിട്ട് സർക്കാർ പണം നൽകാതെ വന്നതോടെ കുട്ടികൾക്കുള്ള വിവിധ സൗജന്യ പരിശോധനകളും മുടങ്ങി. സർക്കാർ ആശുപത്രികളുമായി കരാറിലേർപ്പെട്ടിരുന്ന ലാബുകളും മറ്റു സ്ഥാപനങ്ങളും കരാർ അവസാനിപ്പിച്ചു. ഹസ്ബൻഡ് ഇങ്ങനെ സുഖമില്ലാത്തതാണ്. പക്ഷേ ഒരു മരുന്നും അവിടുത്തെ ഫാർമസിയിൽ ഇല്ല, പുറത്തു നിന്നാണ് വാങ്ങേണ്ടത്. അതിൻ്റെ കൂട്ടത്തിൽ മക്കളെയും കൂടെ കാര്യത്തിന് കാശ് കൊടുക്കേണ്ട, എല്ലാ കാര്യത്തിനും കൊടുക്കേണ്ടി വരുമ്പോൾ അതൊരു ബുദ്ധിമുട്ട്. സൗജന്യ ചികിത്സ മുടങ്ങിയിട്ട് മാസങ്ങളായെങ്കിലും ആശുപത്രികളിൽ ഒ പി ടിക്കറ്റിന് പണം ഈടാക്കിയിരുന്നില്ല. എന്നാൽ ആരോഗ്യകിരണം പദ്ധതിയിലൂടെ പണം പൂർണ്ണമായി നിലച്ചതോടെ അതും അവസാനിപ്പിച്ചിരിക്കുകയാണ്. സൗജന്യമായി ഒ പി ടിക്കറ്റെങ്കിലും ലഭിക്കുമെന്ന പ്രതീക്ഷയോടെ സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിലെത്തുന്ന കുരുന്നുകൾക്ക് അതും നിഷേധിച്ചിരിക്കുകയാണ്. ആരോഗ്യകിരണം പദ്ധതിയുടെ ഭാഗമായി ഫണ്ട് ലഭ്യമാകാത്തതിനാൽ സൗജന്യം നൽകാൻ കഴിയില്ല എന്നുള്ളതാണ് ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നത്. റിനു ശ്രീധർ, 24, തിരുവനന്തപുരം.